അർജന്റീന ടീം എത്തില്ല, മെസ്സിയെ കാണാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു സംശയമൊന്നുമില്ല. പക്ഷെ പല പ്രധാനപ്പെട്ട സംശയവും ആശയക്കുഴപ്പവും ഒക്കെ നിലനിൽക്കുന്നത് കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ മെസ്സിയുടെ വരവിനെ ചൊല്ലിയുള്ള വിവാദം അത് കലൂർ സ്റ്റേഡിയത്തെ കട്ടപ്പുറത്താക്കിയിട്ടുണ്ടോ? സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറാനെടുത്ത തീരുമാനത്തെ കരാറായി കാണാമെന്ന മുടന്ത ന്യായം ഉന്നയിക്കുകയാണ് ഇപ്പോൾ GCDA. എല്ലാം വാർത്താക്കുറപ്പായി ഇറക്കാമെന്ന് പറഞ്ഞ് തടിയുരുകയായിരുന്നത് കുറച്ചു മുൻപ് GCDA ചെയർമാനായ കെ ചന്ദ്രൻപിള്ള. ഒരുപാട് ചോദ്യങ്ങൾക്ക് എന്തായാലും ഉത്തരമില്ല. പക്ഷേ സ്ഥലം MP ആയ ഹൈബി ഈഡന് കുറച്ച് സംശയങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. അതിന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് ഫൗണ്ടേഷൻ, കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്? എന്താണ് ആ കരാർ? ഇതിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു. ഇതിന്റെ മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തിൽ ഈ സ്പോൺസറുടെ റോൾ എന്താണ്? ഇതെല്ലാം കായിക കേരളം വലിയ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന ചോദ്യങ്ങളാണ്. എന്ത് സ്പോർട്സ് എക്സ്പെർട്ടീസാണ്, എന്ത് പ്രാഗൽഭ്യമാണ് ഈ കമ്പനികൾക്ക് ഈ നിർമ്മാണ പദ്ധതികൾ നടത്താനുള്ളത്? എന്ത് സംഭവത്തെങ്കിലും താങ്കൾ പ്രതികരിക്കുന്ന ഒരാളാണല്ലോ. ഇപ്പോൾ പോലീസ് രാഷ്ട്രീയ ആരോപണം നിലയിൽ MP അടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് പ്രതികരിക്കുന്നത്? ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങൾക്കുള്ള കമ്മ്യൂണിക്കേ 4 മണിക്ക് തരും. അതിന് തൃപ്തിയില്ലെങ്കിൽ അന്നേരം ആലോചിക്കുക, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വിളിക്കും. ബിനിൽ കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, അർജന്റീന ടീം എത്തില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാവി ഇനി എന്തായിരിക്കും? അടുത്ത മത്സരങ്ങൾ ഉടനെ വരുന്നുണ്ട്, അതിനൊക്കെ സജ്ജമായി കിട്ടുമോ? സ്പോൺസറുടെ റോൾ ഇനി ഇതിൽ എന്തായിരിക്കും? തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. ഹൈബിയുടെ അത് ചോദിക്കുന്നതുമുണ്ട്. ഇതിൽ ഒരു വാർത്താക്കുറപ്പിറക്കി മാത്രം പരിഹരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഉത്തരം നൽകേണ്ട ഭാഗമാണോ GCDAയിൽ നിന്നും ഉണ്ടാകേണ്ടത്? കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ സ്റ്റേഡിയം കൈമാറ്റവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയാണ്. അതുകൊണ്ടാണ് GCDA ചെയർമാനായ CPM-ന്റെ മുതിർന്ന നേതാവ് കെ ചന്ദ്രൻപിള്ളയ്ക്ക് കൃത്യമായ ഒരു പ്രതികരണം ഇതുവരെ നടത്താൻ കഴിയാതിരിക്കുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഉച്ചയോടുകൂടി വാർത്താക്കുറിപ്പ് പുറത്തിറക്കുമെന്നായിരുന്നു. ഇപ്പോൾ അത് വൈകിട്ടാകുന്നു. ഇനി എന്താണ് GCDAക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈബീഡൻ ചില ചോദ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കരാറാണ്. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേഡിയം GCDA എന്തടിസ്ഥാനത്തിലാണ് വിട്ടു നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം കായിക മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് GCDAക്ക് ഒരു കത്ത് വരുന്നു. അത് GCDA യോഗം ചർച്ച ചെയ്തു. അപ്പോൾ അത് ഔദ്യോഗിക സ്വഭാവത്തിലേക്ക് അതിനെ കൊണ്ടുവരണമെങ്കിൽ വകുപ്പിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന നിർദ്ദേശം വരുന്നു. അങ്ങനെ കായിക വകുപ്പ് തന്നെ ഈ സ്റ്റേഡിയം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് ഈ സ്റ്റേഡിയം കൈമാറിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ തീരുമാനപ്രകാരം നവംബർ 30 വരെ മാത്രമാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷന് ഈ സ്റ്റേഡിയം കൈമാറിയിരിക്കുന്നത്. അവർ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആ സ്റ്റേഡിയം ഉയർത്തുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടി മാത്രമാണ് ആ സ്റ്റേഡിയം വിട്ടു നൽകിയിരിക്കുന്നത് എന്നതാണ് ഔദ്യോഗികമായി ഇപ്പോൾ പറയുന്നത്. ആ തീരുമാനത്തെ ഒരു കരാറായി വ്യാഖ്യാനിക്കാമെന്നാണ് GCDA ചെയർമാൻ നേരത്തെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ കൃത്യമായ കരാർ ഉണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും അവ്യക്തമായി നിൽക്കുന്നു. GCDAയുടെ കൈവശമുള്ള കലൂർ സ്റ്റേഡിയം പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി മറ്റൊരു സംവിധാനത്തിന് കൈമാറുമ്പോൾ അതിന് കൃത്യമായ വ്യവസ്ഥകൾ വേണം. നമുക്കറിയാം, നേരത്തെ ഇവിടെ പല സാംസ്കാരിക പരിപാടികളൊക്കെ നടന്നപ്പോൾ മൃദംഗ മിഷന്റെ പരിപാടികൾ അത് പിന്നീട് വിവാദമായതാണ്. അപ്പോൾ ആ സ്റ്റേഡിയം വിട്ടു നൽകിയപ്പോൾ കൃത്യമായൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു കോൺട്രാക്ട് ഈ കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ ഈ സ്റ്റേഡിയം ഏതാണ്ട് പൊളിച്ചിട്ടിരിക്കുകയാണ്. അതിന്റെ കസേരകളൊക്കെ തന്നെ പലതും അഴിച്ചു മാറ്റിയിരിക്കുന്നു. ആ 4 ഭാഗത്തു നിന്നുള്ള ലൈറ്റുകൾ പൂർണ്ണമായും ഇറക്കിയിരിക്കുന്നു. ഇനി ആ ജോലികളൊക്കെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്പോൺസറാണ്. ഈ ഇടയ്ക്ക് വെച്ച സ്പോൺസർ ഇട്ടിട്ട് പോയാൽ GCDA പിന്നെ എന്ത് ചെയ്യുമെന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്പോർട്സ് കേരള ഫൗണ്ടേഷന് ഇക്കാര്യത്തിൽ എന്താണ് റോൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇതിൽ GCDA ഒളിച്ചോടുകയല്ല വേണ്ടത്, കൃത്യമായ മറുപടിയിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഹൈബീഡൻ MP ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കത്ത് നൽകിയതിനൊപ്പം തന്നെ ഉച്ചയ്ക്ക് 2:30 ജില്ലയിലെ MLA-മാർക്കൊപ്പം ഹൈബി ഈ സ്റ്റേഡിയം സന്ദർശിക്കാൻ പോവുകയാണ്. സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത്, ആ സ്റ്റേഡിയം ISL മത്സരത്തിന് തയ്യാറാക്കാൻ കഴിയും. അതായത് ഡിസംബറിലാണ് ISL മത്സരം വരാനിരിക്കുന്നത്. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ആ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നവംബർ 30 വരെയാണ് ഇപ്പോൾ സ്റ്റേഡിയം കൈമാറിയിരിക്കുന്നതെന്നാണ് GCDA പറയുന്നത്.
സ്പോൺസർ പറയുന്നത് അടുത്ത വിൻഡോയ്ക്ക് വേണ്ടി ശ്രമിക്കുമെന്നതാണ്. അപ്പോൾ അത് മാർച്ച് വരെ നീണ്ടുപോകും. അതുവരെ ആ സ്റ്റേഡിയം എങ്ങനെ സ്പോൺസർ കൈവശം വയ്ക്കുമെന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ വന്നാൽ ഒരു പുതിയ കരാറിലേക്ക് പോകേണ്ടി വരും എന്നതാണ് ഇപ്പോൾ GCDA ചെയർമാൻ വ്യക്തമാക്കുന്നത്. സർക്കാരിനും ഇക്കാര്യത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കൃത്യമായ ഒരു രേഖകളോ കരാറോ ഇല്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് സംഭവിച്ചാലും ആ സ്പോൺസർക്ക് അതിൽ നിന്ന് കൃത്യമായി ഊരിപ്പോകാൻ കഴിയുമെന്ന ഒരു വലിയ പ്രശ്നം കൂടി ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ട്. ശരിയാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കവെയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം അത് ആരുടെയും ഭാഗത്തു നിന്നും ഇല്ലാതെ പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ബിനിലാണ് കാര്യങ്ങൾ പറഞ്ഞത്.